മലയാള പ്രസംഗം. തൊട്ടുപിറകിൽ സമ്മാസ് അൻസരി ഇംഗ്ലീഷ് സംഭാഷണം. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ അലാ സഹബി അജ്മഈൻ. അമ്മാബാദ്. ആദരണീയരായ ഗുരുനാഥന്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലോകനേതാവ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ അവിടുത്തെ സന്ദേശങ്ങളെക്കുറിച്ചും അവിടുത്തെ മാതൃകളെക്കുറിച്ചും ഏതാനും കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുണ്യങ്ങളുടെ പൂനിലാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എക്കാലത്തെ പ്രതീക്ഷയാണ്. അവിടുത്തെ ദേഹവും ദർശനവും സ്പർശനവുമെല്ലാം അനുഗ്രഹീതമാണ്. സ്നേഹം ചോർന്നു പോകുന്ന ഇക്കാലത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തിരിഞ്ഞു നടക്കേണ്ടതുണ്ട്. ഭൂമിയിലുള്ളവരോട് മുഴുവൻ നിങ്ങൾ കരുണ വളർത്തണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. എന്നാലേ ആകാശത്തിന്റെ അധിപൻ നിങ്ങളോട് കരുണയും സ്നേഹവും പുലർത്തൂ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിച്ചത്. കുഞ്ഞുങ്ങളെ മുത്തം വെച്ച് സ്നേഹത്തിന്റെ ബാലപാഠം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. പെൺകുട്ടികളോട് നീതി പുലർത്താൻ കൽപ്പിച്ചു. വഴിയാത്രക്കാരെയും ദുർബലരെയും അനാഥരെയും ചേർത്ത് നിർത്തി സർവരും ആ തിരുസൗധത്തിൽ പ്രതീക്ഷ അർപ്പിച്ചു. മരങ്ങളും പക്ഷികളും പറവകളും എല്ലാം ആ തിരുസൗധത്തിൽ പരിഗണിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും സ്നേഹം പുലർത്തി. മനുഷ്യരോടൊന്നല്ല, പക്ഷികളോടും പറവകളോടും മൃഗങ്ങളോടും സകല ജന്തുക്കളോടും പ്രകൃതിയോടും. പ്രകൃതി അനാവശ്യമായി നശിപ്പിക്കരുതേ, മരങ്ങൾ മുറിച്ചു മാറ്റരുതേ, ഒരു ഇഴജന്തുക്കളെ പോലും കൊന്നുകളയരുതേ, ഒരു കടിയുറുമ്പാണെങ്കിൽ പോലും അതിനെ തീ വെച്ച് നശിപ്പിക്കരുതേ, മാതാവിന്റെ മുഖത്ത് നോക്കി ചേ എന്നൊരു വാക്ക് പോലും പറയരുതേ. ഇങ്ങനെ 1000 ഉപദേശങ്ങൾ മാനവ സമൂഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മാനിച്ചു. ശത്രുക്കളെ പോലും അവിടെ നിന്ന് സ്നേഹിച്ചു. ഹിജ്റയുടെ 5-ാം കൊല്ലം മക്കയിൽ മഴ നിലച്ച് ശക്തമായി ക്ഷാമം ബാധിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനും നാടുകടത്താനും ശ്രമിച്ചവർ എല്ലാവരും പട്ടിണിയിലായ സന്ദർഭം മദീനയിൽ നിന്ന് വിവരമറിഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരമാവധി ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ച് മദീനയിൽ നിന്ന് മക്കയിലേക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു സഹാബിയെ പറഞ്ഞയച്ചു. മക്കയിൽ പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് വിതരണം ചെയ്യാനായിരുന്നു അത്. ഉമർ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു ഭക്ഷ്യധാന്യങ്ങളുമായി മക്കയിലേക്ക് എത്തുകയും അത് അബൂ സുഫിയാന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തു. കൊടിയ ശത്രുപക്ഷത്തിൽ നിൽക്കുമ്പോഴും അവരാരും പട്ടിണി കിടന്ന് മരിക്കരുതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താല്പര്യമുണ്ടായിരുന്നു. അവരെ പോലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സ്നേഹിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവിതത്തിന് മാതൃകയാവണം. സ്നേഹം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവണം. ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം ഇവിടെ വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും.